യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ സ്ലോവാനിയയ്ക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പോർച്ചുഗൽ രക്ഷപ്പെട്ടത്. നിശ്ചിത സമയത്ത് ഇരു ടീമും ഗോൾ നേടിയില്ല. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി പാഴാക്കുകയും ചെയ്തു. റൊണാൾഡോയുടെ ഷോട്ട് ശക്തമായിരുന്നെങ്കിലും സ്ലോവാനിയൻ ഗോളി മുഴുനീള ഷോട്ടിലൂടെ പന്ത് തട്ടിയിടുകയായിരുന്നു. ഇതിനുശേഷം പൊട്ടിക്കരയുന്ന റൊണാൾഡോയെയാണ് കണ്ടത്. സഹതാരങ്ങളും പരിശീലകരുമെല്ലാം റൊണാൾഡോയെ ആശ്വസിപ്പിച്ചു. എക്സ്ട്രാ ടൈമിലും ഗോൾ പിറക്കാതെ വന്നതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. ഷൂട്ടൌട്ടിൽ റൊണാൾഡോ തന്നെയാണ് പോർച്ചുഗലിന്റെ ആദ്യ കിക്കെടുത്തത്. ഗോളാക്കിയതിനു ശേഷം റൊണാൾഡോ ആരാധകരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് റൊണാൾഡോ. മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ് സംഭവം. മത്സരശേഷം റൊണാൾഡോ സാമൂഹിക മാധ്യമങ്ങളിൽ തന്റെ ഹാർട്ട് റേറ്റ് പോസ്റ്റ് ചെയ്തിരുന്നു. റൊണാൾഡോയുമായി കരാറുള്ള വൂപ്സ് എന്ന കമ്പനി തയ്യാറാക്കിയ ഹാർട്ട് റേറ്റ് ആയിരുന്നു ഇത്. താരങ്ങളുടെ ഹാർട്ട് റേറ്റ്, സ്ലിപ്പ് സ്കോർ, അത്ലറ്റിക് പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് വിവരങ്ങൾ നൽകുന്ന കമ്പനിയാണ് വൂപ്സ്. ഈ കമ്പനി നൽകിയ ഹാർട്ട് റേറ്റ് റൊണാൾഡോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് യൂറോ കപ്പിന്റെ പരസ്യ നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നാണ് പരാതി. സമാന കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനി യൂറോ കപ്പിന്റെ ഔദ്യോഗിക സ്പോൺസറാണ്. ഇങ്ങനെയൊരു കമ്പനി സ്പോൺസറായി നിലനിൽക്കെ റൊണാൾഡോയുടെ സ്വന്തം പരസ്യ കമ്പനിയുടെ ഹാർട്ട് റേറ്റ് പങ്കുവച്ചത് നിയമവിരുദ്ധമാണെന്നാണ് പരാതി. റൊണാൾഡോയുടെ പ്രവൃത്തി കളിക്കാരനും കമ്പനിക്കും പിഴ ചുമത്താൻ വകുപ്പുള്ളതാണെന്ന് കൊക്കക്കോളയുടെയും വിസയുടെയും ഗ്ലോബൽ സ്പോൺസർഷിപ്പ് തലവനായിരുന്ന റിക്കാർഡോ ഫോർട്ട് പറയുന്നു. 2012 യൂറോ കപ്പിൽ ഡാനിഷ് താരം നിക്കലസ് ബെൻഡനർക്ക് സമാന കേസിൽ യുവേഫ 80,000 യൂറോ പിഴ ചുമത്തിയിരുന്നു. ഈ നടപടി റൊണാൾഡോയ്ക്കെതിരെയും ഉണ്ടാവുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.